ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതിയായിരിക്കുന്നു. സംസ്ഥാന പാരിസ്ഥിതികാഘാത സമിതി 25 വ്യവസ്ഥകളോടെ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായുണ്ട്. ഉമേഷ്, ഇത് നേരത്തെ തന്നെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. പാരിസ്ഥിതികാഘാത സമിതിയുടെ അനുമതി ലഭിച്ചാൽ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും, പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇപ്പോൾ അനുമതിയായിരിക്കുന്നു, വ്യവസ്ഥകളോടെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ, എന്തായാലും അന്തിമ അനുമതി ഇനിയും ലഭിക്കണമെങ്കിലും പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് നേരത്തെ തന്നെ നിയമസഭയിൽ മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രാരംഭ പദ്ധതികളുമായി എന്തായാലും സർക്കാർ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഏകദേശം 30 കിലോമീറ്ററാണ് വരിക. ഈ 30 കിലോമീറ്ററുള്ള തുരങ്കപാതയുടെ പ്രാഥമിക നടപടികളുമായി സർക്കാർ ഉടൻ എന്തായാലും മുന്നോട്ട് പോകും. ഈ ശുപാർശ പാരിസ്ഥിതികാഘാത നിർണായക അതോറിറ്റി വിദഗ്ധ സമിതിയുടെ ശുപാർശ 1-ാം തീയതിയാണ് സർക്കാരിന് കൈമാറിയത്. 27-ാം തീയതി മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് 1-ാം തീയതി അതോറിറ്റി യോഗം ചേരുകയും അനുമതി നൽകുകയും ചെയ്തത്. എന്തായാലും ഉപാധികളുണ്ട്, കർശന ഉപാധികളാണ്. പ്രത്യേകിച്ച് പാരിസ്ഥിതികാഘാതം നേരിടുന്ന പ്രദേശത്ത് കൂടിയാണ് ഈ തുരങ്കപാത പോകുന്നത്. ആ സാഹചര്യത്തിൽ കർശന ഉപാധികളുണ്ട്. ആ ഉപാധികളോട് കൂടിയാണ് ഇപ്പോൾ അനുമതി നൽകുന്നത്. പ്രധാനമായി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് നടത്തിയായിരിക്കും മുന്നോട്ട് പോകുക. കൂടാതെ ടണൽ റോഡിന്റെ ഇരുവശത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കും. ഭൂമിയുടെ ഘടന അനുസരിച്ച് അനുസരിച്ചായിരിക്കും ഈ ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കുക. ജില്ലാ കളക്ടറുടെ ശുപാർശ ചെയ്യുന്ന 4 അംഗ വിദഗ്ധ സമിതി ഇതിനുവേണ്ടി രൂപീകരിക്കും. അപ്പൻകാപ്പ് ആനത്താര സൂക്ഷിക്കുന്ന ഏകദേശം 3.057 ഹെക്ടർ വനഭൂമി ഇതിനുവേണ്ടി ഏറ്റെടുക്കും തുടങ്ങി നിർദ്ദേശങ്ങളും എന്തായാലും സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ്. അവരുടെ ഒരു സ്വപ്ന പദ്ധതിയുമാണ് ഈ തുരങ്കപാത. ആ തുരങ്കപാതത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളിലേക്ക് സർക്കാർ കടക്കാൻ പോവുകയാണ്. അനുജ. ഉമേഷ്, ഇതിൽ വളരെ പ്രധാനം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനുശേഷവും സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു. ഇതിൽ ചില ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ച് രംഗത്തേക്ക് വന്നവരുണ്ട്. നമുക്കറിയാം, ഇതിൽ ശാസ്ത്രീയ പഠനം വേണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നതാണ് നേരത്തെ. അപ്പോൾ ഇത് പാരിസ്ഥിതികാഘാത സമിതിയുടെ അനുമതി കിട്ടുമ്പോൾ, വ്യവസ്ഥകളോടെ തന്നെ അനുമതി ലഭിക്കുമ്പോൾ അത് വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒന്നല്ലേ ഉമേഷ്? തീർച്ചയായും അത്രത്തോളം കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് 25 ഉപാധികൾ ഇതിൽ ഏറ്റവും സുപ്രധാനമാകുന്നത്. 25 ഉപാധികൾക്കൊപ്പം നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ 4-അംഗ വിദഗ്ധ സമിതി, ആ വിദഗ്ധ സമിതിയുടെ നിരീക്ഷണങ്ങൾ മുഴുവൻ സമയവും ഉണ്ടാകും എന്നുള്ളതും ഇതിന്റെ ഈ ഒരു അത്രത്തോളം കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. എന്തായാലും അതുതന്നെയാണ് ഈ തുരങ്കപാത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും. എന്തായാലും പ്രാഥമിക ഒരു അന്തിമ ഘട്ടമായി ഒരു ഘട്ടം കൂടി കടക്കേണ്ടതുണ്ട്. എന്തായാലും അതിനു മുൻപ് നമ്മോടൊപ്പം ഇപ്പോൾ ജോസഫ് MLA ചേരുന്നുണ്ട്. MLA, നമുക്ക് നമുക്ക് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കടക്കണം. ഒന്ന് സംസാരിക്കാമോ? തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് MLAയുടെ പ്രതികരണം, അതിലേക്ക് നമ്മൾ എത്തും. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫുമായി ഉമേഷ് ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതികാഘാത കമ്മിറ്റി അനുമതി നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അത് കടക്കുകയാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു. 25 വ്യവസ്ഥകളോടെ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കൂടിയാണ് വയനാട് കോഴിക്കോട് തുരങ്കപാത.